മന്ത്രി വി ശിവൻകുട്ടി അവനെന്ന് വിളിച്ചിട്ടില്ലെന്ന് താങ്കൾ സഭയിൽ പറഞ്ഞു. അത് കള്ളത്തരമാണെന്ന് ഇപ്പൊ തെളിവ് സഹിതം പുറത്തു വന്നിരിക്കുന്നു. ഇല്ല അതില് അങ്ങനെ തന്നെയാണ്. ഇവരൊക്കെ എന്നാണ് ഞാൻ പറഞ്ഞത്. ഇവരൊക്കെ എന്നാണ് നിങ്ങൾ മാറ്റിക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹവുമായിട്ട് ഒരു തർക്കത്തിനും ഒരു സംവാദത്തിനായില്ല. ഞാൻ പറയട്ടെ ഒരു വെല്ലുവിളിക്ക് ഞാൻ അദ്ദേഹത്തെ പോലുള്ള വലിയ ഒരു മഹാനായ ഒരാളുടെ വെല്ലുവിളിച്ചാൽ ആ വെല്ലുവിളി സ്വീകരിക്കാൻ പ്രാപ്തിയുള്ള ഒരാളല്ല ഞാൻ. എനിക്കത് താങ്ങില്ല. അദ്ദേഹം പറ്റില്ല എനിക്ക്. അദ്ദേഹം വളരെ വലിയ ഒരാളാണ്. അദ്ദേഹം സംസ്കാര സമ്പന്നനായ ഭയങ്കര നിലവാരമുള്ള ഒരാളാണ്. എനിക്കതെല്ലാം കുറവാണെന്ന് പറഞ്ഞത്. ഇനിയിപ്പോ അദ്ദേഹത്തിന് വന്നിട്ട് ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. ഞാൻ അദ്ദേഹത്തിന് എന്നേക്കാൾ നിലവാരവും എന്നേക്കാൾ സംസ്കാരവും കൂടുതലുള്ള വളരെ മഹാനായ ഒരാളാണ്. അദ്ദേഹത്തിനെ പോലെ ഒരാൾ വന്ന് വെല്ലുവിളിച്ചാൽ നിങ്ങൾ അതിന്റെ യുക്തിയെക്കുറിച്ചൊന്ന് ആദ്യം ആലോചിക്കും. വെല്ലുവിളിച്ചാൽ അത് സ്വീകരിക്കാനുള്ള ആരോഗ്യം എനിക്കില്ല. ഞാൻ അതൊക്കെ ഞാൻ അദ്ദേഹത്തുമായിട്ട് ഏറ്റുമുട്ടാൻ ഞാനില്ല. അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്, ഞാനില്ല. അല്ല, എന്തുവേണേലും പറഞ്ഞോട്ടെ. അതൊക്കെ എവിടെന്ന് ഇല്ല പറയില്ല. അല്ല, അതിന് മറുപടി ഇല്ലെന്ന്. അതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം, ആളുകൾക്ക്. ഇത് എല്ലാവരും ആളുകൾ ഇതൊക്കെ നോക്കി കാണുകയാണ്. 25 കൊല്ലം പറവൂർ MLA ആയിട്ടിരിക്കുന്ന എന്നെ നിയമത്തേക്ക് വന്ന് മത്സരിക്കാമെന്ന് വെല്ലുവിളിക്കുക. എന്നിട്ട് ഞാൻ അതിന് മറുപടി പറയാ. അത് കുറെ ദിവസം ആഘോഷിക്കുക. അപ്പോ കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട കുറെ വിഷയം ചർച്ച ചെയ്യപ്പെടാതെ പോകും. ഇത് അദ്ദേഹത്തിന്റെ ബുദ്ധിയാണെന്ന് ഞാൻ കരുതുന്നില്ല. AKG സെന്ററിലും അദ്ദേഹത്തിന്റെ വീട്ടിലും ഇരുന്ന് എനിക്കെതിരായി ദുഷ്പ്രചരണം നടത്തുന്ന ചില CPM നേതാക്കന്മാരുടെ ബുദ്ധി, അതിലൊന്നും ഞാൻ വീഴൂല.